സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് SITക്ക് മുൻപിൽ ഹാജരായേക്കും. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. പോറ്റിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് SITയുടെ തീരുമാനം. കേസിലെ കൂടുതൽ പ്രതികൾക്ക് വരും ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കും. ഹരിമോഹനുണ്ട് വിവരങ്ങളുമായി. ഹരി, ഇന്നലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. ഇനിയിപ്പോൾ മറ്റ് പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാകുന്നുണ്ട്. കർശന ഉപാധികളാണ് ഇന്നലെ ജാമ്യം നൽകിക്കൊണ്ട് കോടതി മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരിപ്രിയ, തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള ഉപാധികൾ തന്നെ, അതായത് 10 ഉപാധികളാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിൽ കൊല്ലം വിജിലൻസ് കോടതി വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് ഇന്ന്, അതായത് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ SITക്ക് മുന്നിൽ, അതായത് SITയുടെ ഈഞ്ചക്കലിലെ ക്യാമ്പ് ഓഫീസിൽ ഹാജരാകണം എന്നുള്ളതാണ് കോടതി പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെള്ളിയാഴ്ച, അതായത് ഇന്നലെ വ്യാഴാഴ്ച പുറത്തിറങ്ങുന്നു, തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച ആകുന്നു, അന്ന് ഹാജരാകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും നിലയിൽ SITയിൽ നിന്നൊരു വിവരം, അതായത് SIT ഇപ്പോൾ ഹാജരാകേണ്ടതില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചാൽ മാത്രമാണ് അതിലൊരു ഇളവ് ലഭിക്കുക. അല്ലാത്ത പക്ഷം അത് ജാമ്യ വ്യവസ്ഥയാണ്, അത് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടെത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഹാജരാകുന്ന സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ SIT പിന്നീടായിരിക്കും തീരുമാനമെടുക്കുക. തൽക്കാലം അങ്ങനെ വിശദമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല. കൃത്യമായി വിവരങ്ങൾ നേരത്തെ ചോദിച്ചറിഞ്ഞതാണ് എന്നുള്ളതാണ് SIT പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഹാജരായി സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ SITയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാഭാവിക ജാമ്യമാണ്. കൂടുതൽ ആളുകൾ സ്വാഭാവിക ജാമ്യം വരും ദിവസങ്ങളിൽ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KS ബൈജു, തിരുവാഭരണം കമ്മീഷണർ, കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞു. അത് 11-ാം തീയതി കോടതി പരിഗണിക്കുകയും ചെയ്യും. തിങ്കളാഴ്ച N വാസു, ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ വാസു ഇത്തരത്തിൽ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കും. കാരണം അദ്ദേഹത്തിന്റെയും 90 ദിവസം തികയുകയാണ് തിങ്കളാഴ്ച. അന്ന് തന്നെ സ്വാഭാവിക ജാമ്യത്തിനുള്ള അപേക്ഷ വാസു നൽകുമെന്നാണ് കരുതുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ, അതായത് ഫെബ്രുവരി 18 ആകുമ്പോൾ പത്മകുമാറിന്റെ ഒരു കേസിൽ 90 ദിവസമാകും. ആ കേസിലും അപേക്ഷ നൽകും. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിലുമാകും. അതായത് ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. SITയെ സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിക്കാനുള്ള പ്രാരംഭഘട്ട നടപടികൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരീക്ഷിക്കാനൊരുങ്ങുകയാണ് SIT. ഹരിമോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.